അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇവിടെ ചർച്ച വളരെ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മുടെ മൗലവി ഇസ്തിഗാസയെ എതിർക്കാൻ വേണ്ടി സുവേദിയും അതുപോലെ മക്രീസിയും ഇബ്നു അബ്ദുൽ ഹാദിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ അവസരത്തിൽ ഇബ്നു അബ്ദുൽ ഹാദി കൊണ്ടുവന്നു. അല്ല മൗലവി, ഇത്തരം തൈമിയൻ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ച കിതാബുകളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ ഈ സംവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികമായ ഇമാമിയങ്ങളോ കിതാബുകളോ ഇസ്തിഗാസയെ ശിർക്കാണെന്ന് പറയാൻ തെളിയിക്കാൻ മൗലവിക്ക് സാധിക്കുന്നില്ല. സുവേദിയോ, ഞങ്ങൾ കഴിഞ്ഞ അവസരത്തിൽ ഒരുപാട് ഇമാമിയങ്ങൾ നഖൽ കൊണ്ടുവന്നു, അവരൊക്കെ ഷിർക്കിന്റെ പ്രചാരകനാണോ എന്നും ചോദിച്ചു. അതിനൊന്നും മൗലവിക്ക് പറയാനില്ല. എന്നാൽ അവർ ഇസ്തിഗാസ ഷിർക്കാണെന്ന് അവർ ഷിർക്ക് പഠിപ്പിച്ചവരാണോ, അല്ലെങ്കിൽ അവരിത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതിനും മറുപടിയില്ല. സുവേദി 1237 മരണപ്പെട്ട ആളാ, ഷൗക്കാനിയുടെ കാലഘട്ടം. അദ്ദേഹം തൈമിയൻ ആശയത്തെ പ്രോത്സാഹിപ്പിച്ച ആളാ. സൂക്കി ഇമാമിന് വരെ ഗണനം നടത്തിയിട്ട് തൈമിയൻ ആശയത്തെ ശക്തിപ്പെടുത്തിയ ആളാണ് സുവൈദി. അതുപോലെ തന്നെ മക്രീസ് ഇമാമിന്റെ ഈ പറയപ്പെട്ട തജ്രീദ് തൗഹീദിന്റെ മുഖദ്ദിമയിൽ തന്നെയുണ്ട് ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിം ജൗസിയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിനെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം തജ്രീദ് തൗഹീദ് രചിച്ചത് എന്ന് മുഖദ്ദിമയിൽ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇബ്നു അബ്ദുൽ ഹാദിയോ ഇബ്നു തൈമിയയുടെ ശിഷ്യനല്ലേ, ഇബ്നു തൈമിയയുടെ മനാഖിബ് എഴുതിയ ആളല്ലേ. അപ്പൊ ഇത്തരം തൈമിയൻ ആശയത്തെ പ്രോത്സാഹിച്ച കിതാബുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തെ ഗണ്ണിക്കുമ്പോൾ മൗലവി ഈ സംവദിക്കേണ്ട ആവശ്യം ഉണ്ടോ? അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ മൗലവിമാരിതാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ തൈമിയൻ ആശയത്തെ പ്രോത്സാഹിപ്പിച്ച കിതാബുകളോ നഖലോ അല്ല ഇവിടെ വേണ്ടത്. പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവർ ഇസ്തിഗാസ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഞങ്ങൾ ഇവിടെ പറയപ്പെട്ട ധാരാളം ഇമാമിയങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഷിർക്കിന്റെ പ്രചാരകരാണോ? അവരെ അവലംബിച്ചുകൊണ്ടല്ലേ ഇവിടെ നമ്മൾ ചർച്ച നടത്തേണ്ടത്? നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഫാസിൽ മൗലവി തന്നെ ഈ വിഷയം മനസ്സിലാക്കി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാന്താവിലേക്ക് കടന്നു വന്നത് തന്നെ ഇമാമിയങ്ങൾ ഷിർക്കിന്റെ പ്രചാരകരല്ല എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. എന്തുകൊണ്ട്? അവരൊന്നും ഷിർക്ക് പ്രചരിപ്പിക്കുന്നവരല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തരുത് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അത് പറയുന്നില്ല കേട്ടോ. കാരണം നമുക്കറിയാം അതിപ്പോ ആ ഹദീസ് വേണമെന്നില്ലല്ലോ. വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ സഹായവും അള്ളാഹുവിനോടാണ്, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്, ആർക്കും തർക്കമില്ല. എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച മൗലവിക്ക് കഴിഞ്ഞ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു, ഇതേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയ സമയത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ഇസ്തിഗാസ നടത്തിയിട്ടില്ലേ? ഇതേ അഹ്മദ് റളിയല്ലാഹു അൻഹു തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ മുബാറക്കിൽ നിന്ന്, തിരുകേശത്തിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചു. മുജാഹിദിന്റെ ഭാഷയിൽ അബോധികമായ മറഞ്ഞ വഴിയിൽ കൂടി സഹായം പ്രതീക്ഷിച്ച ആളാ. ഷിർക്കല്ലേ മൗലവി? ഇതിനെപ്പറ്റി ഒന്നും മൗലവിക്ക് പരാമർശം ഇല്ല. അപ്പൊ അതുകൊണ്ട് മാത്രവുമല്ല, നാം ഒരു കാടുകളിൽ അകപ്പെട്ട് വന്യമൃഗത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഭയപ്പാടുണ്ടെങ്കിൽ അഥവാ ദാനിയാൽ നബിയോടും യൂസുഫ് നബിയോടും കാവൽ ചോദിച്ചോളൂ എന്ന് സ്വഹാബത്ത് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ പോലുള്ള ധാരാളം ഇമാമിയങ്ങൾ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും മൗലവിക്ക് പരാമർശമേ ഇല്ല. എന്തിലധികം പറയണം, ഇതേ മൗലവി ജിന്നിനെ കൂട്ടായി കിട്ടിയാൽ ജിന്ന് നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കും. ജിന്നൊരു കൂട്ടുകാരനായി കിട്ടിയാൽ ജിന്ന് നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കും, നല്ലതിലേക്ക് നയിക്കും. തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിപ്പിക്കാൻ ജിന്ന് നമ്മളെ പ്രേരിപ്പിക്കും എന്നൊക്കെ ആദർശങ്ങൾ പറഞ്ഞ ആളാണ് എൻ്റെ പ്രതിപക്ഷം സംസാരിക്കുന്ന ശംസുദ്ദീൻ മൗലവി. അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു ആലം. ആദ്യകാലത്ത് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അപ്ഡേഷന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. അപ്പൊ ഈ അള്ളാഹു അല്ലാത്തവരോട് കാവൽ ചോദിക്കരുത് എന്ന് പറയുന്ന മൗലവിക്ക് ജിന്നിന്റെ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്നതിൽ ആശങ്കയുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. പിന്നെ നമ്മൾ സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത് വലുവന്നഹും ഇദ്വലമു അൻഫുസഹും ജാഊക, ഈ ആയത്തിൽ എന്താണ് നമ്മൾ പറയുന്ന വാദം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യപ്പെടൽ തന്നെയാണ് ഇസ്തിഗാസ. ഈ ഇസ്തിശ്ഫാ ആണ് ഇസ്തിഗാസ. മാത്രവുമല്ല, ഈ ഇസ്തിശ്ഫാ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇസ്തിഗാസയും, ആ ഇസ്തിശ്ഫാ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിനെ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു. ഈ രണ്ട് കാര്യവും ഈ ആയത്തിൽ ഉണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ.
മൗലവിക്ക് ഒരു ധാരണയുണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ മൗലവി? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വഫാത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഖബറിങ്കൽ പോയി അല്ലാതെയും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് തേടുന്നത് ഇസ്തിഗാസയാ. ആ നബിയിൽ നിന്ന് കിട്ടുന്ന സഹായമാണത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സഹായിക്കുന്ന സഹായമാണത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. ഇതല്ലേ ഞങ്ങൾ ഇവിടെ പറയുന്ന വിഷയം? ഇതല്ലാത്ത ഒരു വാദം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ വാദം കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ടുള്ള ചർച്ചയിൽ. കഴിഞ്ഞ അവസരത്തിൽ നമ്മുടെ സുഹൃത്ത് ഫാസിൽ മൗലവി ഈ നഖലൊക്കെ ഇട്ട് ചോദിച്ചതാണ്. മൗലവിയുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുന്ന വിഷയം ഇല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയമാണ്. കഴിഞ്ഞ അവസരത്തിൽ ഗസാലി ഇമാമിന്റെ ഇബാറത്ത് വായിച്ച് മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്ത്? അവിടെ പറയുന്ന ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് നബി തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നബി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ദുആയാകുന്ന ഷഫാഅത്ത്. എന്താ മൗലവി, ക്ലിയർ അല്ലേ? നിങ്ങൾ വിഷയത്തിലേക്ക് വരണം. ഇവിടെ ഞങ്ങൾ ഇട്ട നഖലിൽ ശരിക്കും നിങ്ങൾ നോക്കിക്കോളൂ. യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅ. ഇതാരോടാ നബിയെ? അള്ളാഹുവിനോടാണോ? പറയൂ നിങ്ങൾ, ഏതാണ് നിങ്ങൾ ഈ ഷഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്ര നഖലുകൾ? നിങ്ങളുടെ ഇബ്നു തൈമിയ്യ ജനിക്കുന്നതിന് മുമ്പ്, ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെയുള്ള കിതാബുകൾ, അതോടൊപ്പം ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള കിതാബുകൾ, 4 മദ്ഹബിലെയും പ്രഗത്ഭരായ മുഅ്തമദായ കിതാബുകൾ വളരെ വ്യക്തമായി ഓ നബിയെ അങ്ങയോട് ഞാൻ ശഫാഅത്ത് ചോദിക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. എന്തു പറയാനുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായി പഠിപ്പിച്ചതല്ലേ? ഇവരൊക്കെ ശിർക്കിന്റെ പ്രചാരകരാണോ? പറയൂ. കഴിഞ്ഞ അവസരത്തിൽ പ്രിയ സുഹൃത്ത് ഫാസിൽ മൗലവി നിങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങളൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. സൂറത്ത് നിസാ 64-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ വന്ന് നടത്തുന്ന ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളോട് തന്നെ ആവശ്യപ്പെടുന്ന സംഭവം തന്നെയാണ്. ഇമാം ഖുർത്തുബി ശിർക്കിന്റെ പ്രചാരകനാണോ? പറയൂ നിങ്ങൾ. വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തി ഇമാം മറാഖി ഇമാം ശിർക്കിന്റെ പ്രചാരകരാണോ? മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് പറയുന്നിടത്ത് സഹാബത്തൊന്നടങ്കം സിദ്ദീഖ് തങ്ങൾ ജനാസ റസൂലുള്ളാഹിനെ ഖബറിങ്കൽ വെച്ചുകൊണ്ട് നടത്തിയ ഇസ്തിഗാസയെ വ്യക്തമായി വളരെ അംഗീകാരത്തോടു കൂടി കൊണ്ടുവരുന്നു. പറയൂ നിങ്ങൾ, ഇവരൊക്കെ ശിർക്കിന്റെ പ്രചാരകരാണോ? പറയൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവരൊക്കെ പൊട്ടത്തരാണ്, അല്ലെങ്കിൽ അതൊക്കെ പാളക്കിത്താബാന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇത്തരം ഇമാമിയങ്ങൾ ശിർക്കിന്റെ പ്രചാരകരാണോ? അവരൊക്കെ ശിർക്ക് പഠിപ്പിച്ചവരാണോ? എന്തേ പറയാൻ നിങ്ങൾക്കൊരു ഭയം? പറയൂ നിങ്ങൾ, സമുദായത്തിന് പറഞ്ഞു കൊടുക്കൂ. ഇവരൊക്കെ ശിർക്കിന്റെ പ്രചാരകരാണോ? ഇവരൊക്കെ ശിർക്ക് പഠിപ്പിച്ചവരാണോ? പറയൂ നിങ്ങൾ, വ്യക്തമായി നിങ്ങൾ മറുപടി പറയാം. പിന്നെ മൗലവിയുടെ മറ്റൊരു ദുരാരോപണമായിരുന്നു തഫ്സീർ ഇബ്നു കസീറിൽ നബിയോടുള്ള ശഫാഅത്ത് തേട്ടം ഇല്ലത്രേ. സുബ്ഹാനല്ലാഹ്. ഞാനിതാ ഇവിടെ അൽ ഇസ്ലാഹ് വിട്ടിട്ടുണ്ട്. നബിയോടുള്ള ഷഫാഅത്ത് എന്ന് തന്നെ അൽ ഇസ്ലാഹിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിന്റെ അർത്ഥമായി കൊടുത്തിട്ടുണ്ട്. മൗലവി മറുപടി പറയണം. എന്നാൽ തഫ്സീർ ഇബ്നു കസീറിലെ ഇബാറത്ത് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും അയ്യതൂല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലുഹു വയസ്തഗ്ഫിർ ലഹും. കണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വയസ്അലുഹു, ഈ ഹൂന്റെ ളമീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് മൗലവി. ഇതാർക്കാ മനസ്സിലാവാത്തത്? അപ്പോൾ നബി തങ്ങളോട് ആവശ്യപ്പെടണം എൻ്റെ പാപം പുറത്ത് കിട്ടാൻ വേണ്ടി. പിന്നെ മൗലവി പറഞ്ഞത് അതിൽ വഫാത്തായ നബി തങ്ങളോട് എന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ആമായിട്ടുള്ള ഒരു മസലയാണ് മൗലവി, ശരിക്കും പഠിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ബാലിശമായ വാദം ഇബ്നു കസീർ തങ്ങൾക്കുണ്ട് എങ്കിൽ എന്തിന് വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ വന്ന് നടന്ന ഇസ്തിഗാസ, ആ അയറാബി വളരെ മഷ്ഹൂറായി ഹിക്കായത്ത് ചെയ്യപ്പെട്ട സംഭവം എന്തിന് ഇബ്നു കസീർ ഉദ്ധരിച്ചു? എന്തിന് ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചു? ധാരാളം മുഫസ്സിറുകൾ ഈ സംഭവം കൊണ്ടുവന്നിട്ടില്ലേ? വളരെ ആധികാരികമായി 32ഓളം കിതാബ് ഞാൻ മുകളിൽ വിട്ടിട്ടുണ്ട്. ഖുർത്തുബിയിലുള്ള സംഭവം 32ഓളം കിതാബുകൾ. അപ്പൊ ഈ മാമിയങ്ങളൊക്കെ സർവാംഗീകൃതമായി ഉദ്ധരിച്ചത് വെറുതെ ഉദ്ധരിച്ചതാ മൗലവി? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ സ്വീകാര്യത മതി. നിങ്ങളുടെ ഈ ദുർബലമായ ബാലിശമായ വാദം ഞങ്ങൾക്ക് ആവശ്യം ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുസ്ലിയാർ പറയാണ് ഓരോ വിഷയത്തിലും നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറാണ്, ഇപ്പോൾ ഉത്തരം പറയുന്നില്ല. മുസ്ലിയാർ ഇവിടെ ആകെ 5 മിനിറ്റോ അല്ലെങ്കിൽ ചില്ലറയോ മാത്രമാണ് സമയമുള്ളത്. അതിൽ തന്നെ 1 മിനിറ്റ് കൂടി ഞങ്ങൾ വലിയ ബഹളമാണ്. പിന്നെ എല്ലാം കൂടി ഒരവസരത്തിൽ തന്നെ പറയും എന്ന് കരുതുന്നത് ശരിയുമല്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഉണ്ടാക്കിയ എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഇൻഷാ അള്ളാഹ് ഈ സംവാദം തീരുന്നതിനിടക്ക് കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ
തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്തോ സ്വഹീഹായ ഹദീസുകളോ അതേപോലെ ഉത്തമ തലമുറയിൽപ്പെട്ട പൂർവ്വഗാമികളായ ആദ്യത്തെ 3 തലമുറയിൽ നിന്നൊരാളെ സ്വഹാബത്തിനെയോ താബീനെയോ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോൾ കൊണ്ടുവരുന്നത് 6-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളത്, വളരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ളത്, പിന്നെ മറാക്കശി മുസ്ലിയാക്കന്മാരെ പോലത്തെ ചില മുസ്ലിയാക്കന്മാർ ഈ ജാതി ആളുകളെ കൊണ്ടുവന്നിട്ട് അവർ മുശിരിക്കാണ്. ഇതെന്ത് ചോദ്യം മുസ്ലിയാരെ? ഒരു വിഷയം സ്വഹീഹായിട്ട് കൊണ്ടുപോവാം, അതിന് ശേഷമാണ് ആളുകളെക്കുറിച്ച് വിലയിരുത്തലൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ ഞങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഒരു പ്രമാണം, ഇത് മുഹദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ, ഓച്ചറപ്പാപ്പ കാക്കണേ എന്നിങ്ങനെ വിളിക്കാൻ തെളിവായിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു തെളിവ് സ്വഹീഹ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ദുർബലമായ കച്ചിത്തുരുപ്പുകൾ മാത്രം കൊണ്ട് വെതറിയിട്ട് ഇത് അയാൾ മുശ്രിക്കാണെന്ന് ചോദിക്കുന്നതിന് പകരം ആദ്യം സ്വഹീഹായത് കൊണ്ടുവാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം മുസ്ലിയാർക്ക് എല്ലാവരും തൈമികളാണ്. മൂപ്പരെ വർത്താനം കേട്ട നമുക്കെന്ത് മനസ്സിലായി? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ കാലത്തോടു കൂടി അഹ്ലുസുന്ന അവസാനിച്ചു. പിന്നുള്ള എല്ലാ ഇമാമിങ്ങളും എല്ലാ ഷെയ്ഖുമാരും ആരാകുന്നു? ഒക്കെ വഹാബികളൊക്കെ സലഫികളൊക്കെ തൈമികൾ. വല്ലാത്തൊരു കഥ, മനസ്സിലായില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒഴിച്ച് ബാക്കി അതുവരെ പറഞ്ഞിരുന്നത് ഇബ്നു തൈമിയ്യ കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണെന്നാണ്. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ അഗ്രേസരരായ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കുമ്പം അത് ഇമാം മഖരീസി ആണെങ്കിലും പിൽക്കാലത്താരോ അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ആമുഖത്തിൽ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന വിഷയങ്ങളുടെ ആകത്തുകയാണ് എന്ന് ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് പോലും. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇമാം മഖരീസി ഷാഫി മദ്ഹബിൽപ്പെട്ട ആളല്ലാതായി പോകും? നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തറിയാം? ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ആവശ്യമുള്ളിടത്ത് വിശദീകരിക്കും. ഇപ്പോൾ വിഷയസംബന്ധമായ കാര്യത്തിലേക്ക് വരാം. അല്ലേ, നിങ്ങളിനി തൈമികൾ എന്ന് പറഞ്ഞ 1-2 ആളുകളെ മാറ്റി നിർത്തിയാൽ തന്നെയും ഞാനിവിടെ എത്ര പേര് ഉദ്ധരിച്ചു? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹം കൃത്യമായിട്ടും ഇസ്തിആദത്ത് അത് ആർക്കാണോ ദുരിതം നീക്കാൻ കഴിയുക അവർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാതെ നിങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അതോട് തർക്ക വിഷയം കഴിഞ്ഞില്ലേ മുസ്ലിയാരെ? നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ നരകമോചനം എന്നോട് ചോദിക്കേണ്ട, നിന്റെ നരകത്തെ നീ തന്നെ കാത്തോളണം. അൻഖിദി നഫ്സകി മിനന്നാർ വലാ അംലികു ലക ദർറൻ വലാ നഫ്അ, ഞാൻ ഗുണദോഷങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല. സ്വയം കഴിവില്ല എന്നല്ല, സ്വയം കഴിവില്ലെങ്കിൽ പിന്നെ മോളെ പൈസ ഞാൻ തരാമെന്ന് പറയില്ലല്ലോ. സ്വത്ത് വേണമെങ്കിൽ നീ ചോദിച്ചോ, അതെന്നോട് ചോദിച്ചു ഞാൻ തരാമെന്നൊരിക്കലും ആര് പറയില്ല. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലല്ലോ. എന്താണ് പണം ഞാൻ തരാം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നബിക്ക് അവിടെ സ്വയം കഴിവ് കിട്ടി. അപ്പോൾ കൊടുത്ത കഴിവുകൊണ്ട് തന്നെയാണ് പണം കൊടുക്കുന്നത്. ആ കൊടുത്ത കഴിവ് അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നരകമോചനം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് ജനങ്ങളെ ആട്ടിയകറ്റുമ്പോൾ ഇവർ നിന്റെ മരണശേഷം പ്രവർത്തിച്ച ബിദ്അത്തുകൾ നിനക്കറിഞ്ഞുകൂടാ? ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക എന്ന് എന്തുകൊണ്ട് പറയപ്പെട്ടു? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. മുസ്ലിയാരെ ഉത്തരം പറയാത്തത് നിങ്ങളാണ്. ഇനി ഉത്തുബി കഥയിലേക്ക് തന്നെ ഒന്നുകൂടി വരികയാണെങ്കിൽ മുസ്തഷ്ഫിയം ബിക ഇലാ റബ്ബി, അതിൻ്റെ അർത്ഥത എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത് ഞാൻ മോൾ ക്ലിയർ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ രക്ഷിതാവിലേക്ക് അങ്ങയെ കൊണ്ട് ശഫാഅത്ത് തേടുന്നവനായി. കണ്ടോ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഉള്ള ശഫാഅത്തിനെ റബ്ബിനോട് തേടുന്നു. അപ്പം റബ്ബിനോടാണ് എന്ത് ചെയ്യുന്നത്? കാരണം പരലോകത്ത് നാളെ മുഹമ്മദ് നബിയുടെ ശഫാഅത്തുണ്ട്. അള്ളാഹു മർസുഖന ഷഫാഅത്തഹു എന്ന് പറയാലോ. അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ. അല്ലാതെ മരണപ്പെട്ടുപോയ നബിയോട് ചോദിക്കാനത് എവിടെ? അല്ലെ, മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവൻ ആലമുൽ ബർസഖിലായിരിക്കുകയും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസം താങ്കൾക്കുണ്ടോ? താങ്കളത് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എടുത്തു ചോദിച്ചു, ആലമുൽ ബർസഖിലും കറാമത്തുണ്ട് എന്ന് തെളിയിക്കാമോ? അങ്ങനെയാണോ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഇമാമുകളെ ഉദ്ധരിക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന മുസ്ലിയാരാ പറയുന്നത്. ഞാൻ മറുപടി പറയുന്നില്ല. കണ്ടോ? അപ്പൊ തേട്ടം റബ്ബിനോടാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഖബറിൻ്റെ അരികിലെത്തിയാൽ മുഹമ്മദ് നബി മുഖേനയുള്ള ശഫാഅത്തിന് റബ്ബിൽ നിന്ന് കിട്ടണം. അതിന് ഭാഷാ ശൈലിയുള്ള പ്രയോഗങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊക്കെ പറയുന്നത് നബിയെ വിളിച്ച് നബി കേൾക്കും എന്ന നിലക്കല്ല. നബി കേൾക്കും എന്ന നിലക്കാണെങ്കിൽ എന്തിനാണ് സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കാൻ അവിടെ മലക്കുകളെ ഏൽപ്പിച്ചത് എന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അവിടെയൊക്കെ മുസ്തഷ്ഫീൻ എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിയാരെ മുത്തവസ്സിലൻ, തവസ്സുൽ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ നബി നേരിട്ട് കേട്ട് ഉത്തരം ചെയ്ത അങ്ങനത്തെ തവസ്സുൽ അത് മക്ക മുശ്രിക്കിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വയഖൂലുന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, നിങ്ങൾ പറയുന്ന ശഫാഅത്തിന്റെ മായന ഇത്തരം ആളുകളെ വിളിച്ചു തേടുന്നതിൽ മക്കയിലെ മുശ്രിക്കുകൾ വെച്ച് പുലർത്തിയിരുന്ന വിശ്വാസമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാൻ പള്ളി ദർസിൽ വായിക്കുന്ന അൻവാറുൽ മസാലിക്, അത് ഉംദത്തു സാലിക് വ ഉദ്ദത്തു നാസിക്കിന്റെ ശറഹാണ്. അതിൽ നിങ്ങൾ നോക്കൂ, കണ്ടോ, ഗുഹയിൽ പെട്ടുപോയ 3 പേര് അവരുടെ നന്മകളൊക്കെ എടുത്തു വെച്ച് റബ്ബിനോട് തവസ്സുലാക്കുന്നുണ്ട്. അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട തവസ്സുല മുസ്ലിയാരെ.
അവിടെ അത്തരം പ്രയോഗങ്ങൾക്കാണ് ഇസ്തിഷ്ഫാ ഉപയോഗിക്കുക. കാരണം എന്താ, അവിടെ നിങ്ങൾ നോക്കൂ, അവരെന്താ ചെയ്തത്? കുല്ലുൻ ഫി നഫ്സിഹി സാലിഹ അമലിഹി, എല്ലാവരും അവരുടെ മനസ്സിൽ എന്താണ്, അവരുടെ പ്രവർത്തനങ്ങളിലെ നന്മയുണ്ട്. വയസ്തഷ്ഫി ഉബിഹി, അവർ അത് മുഖേന ഷഫാഅത്തിനെ തേടുന്നു. മുസ്ലിയാരെ അതിനോട് ഷഫാഅത്തിനെ തേടുന്നു എന്നാ. അങ്ങനെയാണെങ്കിൽ ഇസ്തിഷ്ഫായിന് അവിടെ ഇസ്തിഗാസ എന്നാണ് അർത്ഥമെങ്കിൽ മുസ്ലിയാർ ഇതിന് അർത്ഥം വെക്ക്. നിങ്ങളുടെ പള്ളിദർസിലെ കിതാബിൽ നിങ്ങൾ അർത്ഥം വെക്ക്. ഐ യസ്തശ്ഫിഉ കുല്ലു അഹദിൻ മിനൽ ഖൗമി ബി അമലിഹി, ആ ജനതയിലെ ഓരോരുത്തരും അവരുടെ അമലുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യസ്തശ്ഫിഉ കുല്ലു മിനൽ ഖൗമി ബി അമലിഹി സ്വാലിഹി കമാ ഫഅല അഹ്ലുൽ ഗാരി ഹീനൻ തബഖ അലൈഹിം. കണ്ടോ, ഗുഹാവാസികൾ അതിൽ പെട്ടപ്പോൾ അവർ ഗുഹാവാസികളുടെ ഗുഹയിൽ പെട്ടുപോയ 3 പേർ അവരുടെ സ്വാലിഹായ അമലിനെ വെച്ച് ഇസ്തിഷ്ഫാ ചെയ്തു. അതിനർത്ഥം സ്വാലിഹായ അമലിനോട് ദുആ ചെയ്തു നല്ല മുസ്ലിയാരെ. അതേപോലെ മുഹമ്മദ് നബിയെ വെച്ച് ഞാൻ ഇസ്തിഷ്ഫാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഷഫായത്ത് തങ്ങൾ പ്രതീക്ഷിക്കുന്നു, തവസ്സുലാക്കുന്നു. ആ ഷഫായത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടണമെന്ന് റബ്ബിനോട് പറയുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇമാം സുയൂത്തി, ഇബ്നു ജരീർ തബരി അവരൊക്കെ പറഞ്ഞു എന്ത്, വലോ അന്നഹും ലലമു എന്നുള്ള ആയത്ത് അത് ഹാദാ ഫി റജുൽ യഹൂദി വ റജുൽ മുസ്ലിം. മനസ്സിലായില്ലേ? അത് ഈ യഹൂദിയും മുസ്ലിമായിട്ടുള്ള അഥവാ മുനാഫിഖായിട്ടുള്ള ആ ഒരു വ്യക്തിയും തമ്മിലാണ് എന്ന്, അവർ തമ്മിലുള്ള പ്രശ്നത്തിലാണ് എന്ന് കൃത്യമായി. അതേപോലെ ഞാൻ ഇബ്നുൽ അറബിയെ ഉദ്ധരിച്ചിരുന്നു, ഖാദി മുഹമ്മദ് ഇബ്നുൽ അറബിയെ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഖാലല്ലാഹു ഫിൽ മുനാഫിഖീന ഖുസൂസൻ ലൗ അന്നഹും ലലമു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ പ്രശ്നമുണ്ടാക്കിയ മുനാഫിക്കുകളുടെ വിഷയത്തിൽ പ്രത്യേകമായി അവതരിച്ചതാണ്. മനസ്സിലായില്ലേ? ഇനി പൊതുജനങ്ങൾ തിന്മ ചെയ്താൽ നബിയുടെ അരികിലേക്ക് പോകണമെന്നല്ല ഖാദി മുഹമ്മദ് ബിൻ അറബി പറഞ്ഞു. അവർക്കുള്ള വിഷയം എന്താണ്? വഖാല ഫി ഉമൂമിൽ ഖൽഖി, പൊതുജനങ്ങളുടെ വിഷയത്തിൽ ഖബറിന്റെ അരികിൽ പോകണം നല്ല മുസ്ലിയാരെ, അല്ലെങ്കിൽ നബിയുടെ അരികിൽ പോകണം എന്നുമല്ല മുസ്ലിയാരെ. വമൻ യഅമൽ സവാഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂർ റഹീമ എന്നാണ്. റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അപ്പോൾ റബ്ബിനെ പാപം പൊറുക്കുന്നവനായി കാണാൻ പറ്റും. അന്നാസിഖ് വൽ മൻസൂഖ് ഞാനവിടെ ഉദ്ധരിച്ചതല്ലേ? ഉത്തരം പറയാത്ത നിങ്ങളല്ലേ മുസ്ലിരെ? നിങ്ങളുടെ വിശ്വാസം കണ്ണും കാലും കയ്യും കാതും എല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം ധരിക്കുന്ന പച്ച കുഫ്ര നിങ്ങളുടെ വിശ്വാസം. ഇത് CM സ്മരണയിൽ എഴുതിയതാ. അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കുന്ന മുസ്ലിം നിങ്ങളുടെ വിശ്വാസം അതിവിടെ തെളിയിക്കണം. അതിന് പൊട്ടക്കഥകളായിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരാ. മനസ്സിലായില്ലേ? അപ്പം ജീലാനി സപ്ലിമെൻ്റാണ് ഞാൻ വായിച്ചത്. CS സ്മരണയുള്ളത് ഈ ഹദീസിൽ കാത് ഞാനാകുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവൻ്റെ കാതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു താലാണ് എന്നല്ലല്ലോ, അത് അസംഭവ്യമാണ്. അതിൻ്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കും. റബ്ബ് കേൾക്കുന്നത് പോലെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫർ, അല്ലെങ്കിൽ പിന്നെ എന്താണ് മുസ്ലിയാരെ കുഫർ? ഖുർആൻ പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന്. നിങ്ങൾ പറയാം അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതുപോലെ സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുക്കും എന്നുള്ള വിശ്വാസമാണ് മുസ്ലിയാരെ കുഫർ. അള്ളാഹുവിനെ പോലെ ഒരു അള്ളയുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിട്ടില്ല. തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ. എൻ്റെ ചോദ്യങ്ങൾ കൂടി ഉത്തരം നൽകണം. ബാക്കി ഞാൻ അടുത്ത റൗണ്ട് പറയാം.